വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരുപാട് PSC പരീക്ഷകളാണ് 2025 അവസാനിച്ചത്. അതിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന LD ഉണ്ടായിരുന്നു. 2024 അവസാനം മുതൽ 2025 പകുതിയോടുകൂടി കേരള PSC നടത്തി മാറിയ ഒരുപാട് പ്രധാനപ്പെട്ട പരീക്ഷകളും 2025 പകുതിയോടുകൂടി നമ്മൾ വരാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളും അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് 2025. അപ്പൊ ഇനി 2025 കഴിഞ്ഞിട്ട് 2026 നമ്മൾ കടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യചിഹ്നമുണ്ട്. ഈ 2024 പരീക്ഷ എഴുതി 2025 പരീക്ഷ എഴുതി ഒരുപാട് പേര് ചില പരീക്ഷകളിൽ പരാജയപ്പെട്ടവരായിരിക്കാം, ചെറിയ മാർക്കിന് പരാജയപ്പെട്ടവരായിരിക്കാം. ഇനി PSC എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്ന് സമൂഹത്തിലെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പഠിപ്പൊക്കെ ഉണ്ട്, ഒരുപാട് പേര് ഡോക്ടറേറ്റ് ഉണ്ട്, MSc BEd നെറ്റ് സെറ്റ്, അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ സമൂഹത്തിലെ ഒരു മാന്യമായ ഒരു ജോലി, ഒരു 5 അക്ക ശമ്പളത്തിൽ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ വെല്ലുവിളി. അപ്പോൾ നമ്മൾ ഒരു 10ാം ക്ലാസ് കഴിയുന്നു, നേരെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ +2 പോകുന്നു. അത് കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയുന്നു, അതും അല്ലെങ്കിൽ ഡിഗ്രി നമ്മൾ പൂർത്തിയാക്കുന്നു. ഇതിന് ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും ജോലി ഇല്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുന്നത്. ആ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മൾ PSCയിലേക്ക് തിരിഞ്ഞു വരുന്ന സമയത്ത് ഒരുപാട് വയസ്സ് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് PSC, ആ PSC ഏതൊക്കെ പരീക്ഷകളാണ് നടത്തുന്നത്, നമ്മളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തസ്തികകളുണ്ടോ, നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തസ്തികകളുണ്ടോ, ആ പരീക്ഷകൾക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ഇതെല്ലാം ചോദിച്ചിനുമാണ്. ഇതിന്റെ എല്ലാം ഒരു ഉത്തരം കിട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മാസം കഴിയും. അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം 6 മാസമായി. ഈ 6 മാസം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും തീരുമാനിച്ചു പഠനത്തിലേക്ക് കയറാം എന്ന് തീരുമാനിച്ചു. അപ്പോ ഈ പഠനത്തിലേക്ക് കയറാം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് സമൂഹത്തിൽ നിന്നും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാവും. ഇത്രയും ആയിട്ടും ജോലിയൊന്നും ആയില്ലേ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന ഒരുപാട്, ഇതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു 60% ആൾക്കാർ പരിപാടി സ്റ്റോപ്പ് ചെയ്യും. കാരണം വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ജോലികളിലേക്ക് കുറെ ആൾക്കാർ അങ്ങ് തിരിയും. അപ്പൊ ഈ പ്രൈവറ്റ് ജോലികളിലേക്ക് തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു 6000 രൂപ 7000 രൂപ ശമ്പളം കിട്ടും ഒരു മാസം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയി കുറെ നാൾ കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇനി വേണ്ടാന്ന് പറയും. അപ്പൊ നമ്മൾ വീണ്ടും PSC എന്താണെന്നും എന്താണ് സാധ്യതകളെ കുറിച്ച് നമ്മൾ വീണ്ടും തിരിച്ചു ചിന്തിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ 29-30 വയസ്സ് കഴിയുമ്പോൾ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആയില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മളുടെ ക്വാളിഫിക്കേഷനോ ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷേ നമ്മൾ ലൈഫിൽ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ കൂടെ പഠിച്ച് വലിയ പഠിപ്പും വിവരം ഒന്നും ഇല്ലാത്ത 10ാം ക്ലാസ് കഴിഞ്ഞവരും അല്ലെങ്കിൽ +2 കഴിഞ്ഞവരും ഒക്കെ ആൾക്കാർ ഗവൺമെന്റ് സർവീസുകൾ LGS ആയിട്ടും അല്ലെങ്കിൽ പട്ടാളത്തിലും ഒക്കെ ജോലിക്ക് പോയിട്ട് നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യോഗ്യതകൾ ഉണ്ടായിട്ട് പോലും, അക്കാഡമിക്കലി വലിയ യോഗ്യതകൾ ഉണ്ടായിട്ട് പോലും നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാത്ത ഒരുപാട് പേരുണ്ടാവും. സോ നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ചിലർ 10ാം ക്ലാസ് കഴിഞ്ഞവരെ ആയിരിക്കത്തുള്ളൂ, ചില ആൾക്കാർ +2 കഴിഞ്ഞിട്ടുണ്ടാവും, ചില ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞു. ഇനി എന്താണ്, ചെറിയ പ്രായമാണ്, ഏകദേശം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു 23 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കഴിയുന്ന ഒരു പ്രായം നിങ്ങളുടെ മുമ്പിലെ വലിയൊരു സാധ്യതയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് PSCയിലേക്ക് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കുവാൻ സാധിക്കും. അതായത് ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് PSC, എന്താണ് സിലബസ്, ഏതൊക്കെ ഫേസുകൾ കടന്നു പോയിട്ടാണ് നമ്മൾ ജോലിയിലേക്ക് എത്തുന്നത് എന്നുൾപ്പെടെയുള്ള വലിയൊരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ.
ഈ ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് തന്നെ പോകുവാനാണ് താല്പര്യമെങ്കിൽ ഏകദേശം നിങ്ങൾ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് നമ്മൾ സ്വാഭാവികമായിട്ടും ആ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വഴിയില്ല. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ, അതായത് അടുത്ത 2 വർഷത്തിനുള്ളിൽ ജോലി നേടിയെടുക്കണം എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു മനസ്സിന്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു തീവ്രതയിലെ ഒരു കുറവും വരുത്താൻ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 6 മാസത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നിർണായകമായ സമയമാണ്. അടുത്ത ഒരു 6 മാസം കൊണ്ട് നമ്മൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു. അടുത്ത 6 മാസം കഴിയുമ്പോൾ നമ്മളൊരു പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓരോ ദിവസം പഠിക്കുന്ന ആ ഒരു തീവ്രത അത് ഒരു കാരണവശാലും കുറയുവാൻ പാടില്ല. ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. അപ്പൊ തുടക്കക്കാരെ സമീപിച്ച് നോക്കുമ്പോൾ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഇതെല്ലാം വിജയിച്ചവര് ചവിട്ടിക്കേറിയ പടികളാണെന്നുള്ള ആ ഒരു ബോധ്യത്തോട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പൊ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അടുത്ത ഒരു വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന പരീക്ഷകളിലെ ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനടുത്ത ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ 45 മാർക്ക് എന്നുള്ളത് ഒരു 50-55 മാർക്കായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു 2 വർഷത്തോട് അടുക്കുമ്പോൾ, ഈ 2 വർഷം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണമായ സമയം PSCയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു മാറി ഏകദേശം 23 വർഷത്ത് കഴിഞ്ഞിട്ട് അടുത്ത 2 വർഷം ഉണ്ടല്ലോ, ആ ഒരു ടൈമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ 2 വർഷം കൊണ്ടാണ് നിങ്ങൾ അടുത്ത ഒരു 40 അല്ലെങ്കിൽ 50 വർഷം എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്ന് നിങ്ങളെ നയിക്കുന്നത് ഈ 2 വർഷത്തെ നിങ്ങൾ എടുക്കുന്ന കഠിനാധ്വാനമാണ് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കാണ്. ആ 2 വർഷം കൊണ്ട് നമ്മൾ വൃത്തിയായിട്ടിരുന്ന് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രായം ഒരു 25-26 വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു പരീക്ഷ എഴുതി വിജയിക്കാനോ 10 പരീക്ഷകൾക്കുള്ളിൽ വിജയം കരസ്ഥമാക്കാനോ അല്ലെങ്കിൽ 50 പരീക്ഷകൾക്കുള്ളിൽ വിജയം കരസ്ഥമാക്കാനോ ഒക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് അവസാനം ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ വിജയത്തിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു ലക്ഷ്യം, ആ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ആ മുമ്പോട്ടുള്ള പോക്കില് തീവ്രത കുറയാതെ മുമ്പോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു മെസ്സേജ്. അപ്പൊ നിങ്ങളുടെ ചെറിയ പ്രായമാണ്, ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ജോലി നേടിയെടുക്കുവാൻ സാധിക്കും. സോ അതല്ല നിങ്ങളൊരു പ്രൈവറ്റ് ജോലികൾക്കോ അല്ലെങ്കിൽ ഒരു ഉപരിപഠനത്തിലേക്കോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രായം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് PSCയിലേക്ക് കറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മുടെ മുമ്പിൽ നിന്ന് പോകുന്നത് മാത്രമല്ല, പിന്നീട് നമുക്ക് പഠിച്ചെടുക്കുവാൻ ഒരുപാട് സമയമെടുക്കും. ആ ചുറുചുറുപ്പുണ്ടല്ലോ, ആ യുവത്വത്തിന്റെ ആ ഒരു ഫീല്, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ള വലിയൊരു മോഹം നിങ്ങൾ പൂവണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപരിപഠനത്തിലേക്കോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയെടുക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് പോകാം. അവധി കിട്ടും, അവധി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പൊ തുടക്കക്കാരോട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമൂഹത്തിന്റെ മുമ്പിലെ നമുക്ക് വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോ മുമ്പോട്ടുള്ള യാത്രയില് ഇപ്പോഴേ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ചെറിയ പ്രായം ഒരു 25-26 വയസ്സിനുള്ളിൽ തന്നെ ജോലി നേടിയെടുക്കുക എന്നുള്ള വലിയൊരു മോഹത്തിന്റെ ആ ഒരു ആദ്യത്തെ ചുവടുവെപ്പായിട്ട്, അതായത് തുടക്ക ഫേസ്, എന്ത് പഠിക്കണം, നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള എന്തെല്ലാം PSC പരീക്ഷകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ തുടക്കക്കാർക്ക് എങ്ങനെയാണ് PSC പഠിച്ചു തുടങ്ങേണ്ടത്? സോ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം എന്നോണം CC നമ്മൾ പുതിയൊരു ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്. സോ ഒരു ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾ അടുത്ത ഒരു
1.5 വർഷം കൊണ്ട് ഏത് PSC പരീക്ഷയാണ് എഴുതേണ്ടത്, സോ ആ ഒരു PSC പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ബിഗിനേഴ്സ് ബാച്ചിനകത്തുണ്ട്. അവിടെ നിങ്ങളുടെ അക്കാഡമിക് യോഗ്യത എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഫുൾ A+ വാങ്ങിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പാസ്സായിട്ടുള്ളവരായിരിക്കാം, പക്ഷെ മത്സര പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ 2 കാറ്റഗറി നിൽക്കുന്ന ആൾക്കാരും ഒരേ സ്റ്റെപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടുന്നാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ ഈ 2 പേർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഫുൾ A+ വാങ്ങിച്ചത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ജസ്റ്റ് പാസ്സാവാൻ പെട്ടെന്ന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത 6 മാസം നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്പുകളിൽ കൂടെയാണ് പോകേണ്ടത്, അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള തുടക്കക്കാർക്ക്, അതായത് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, സോ എങ്ങനെയാണ് നിങ്ങളുടെ മൂവ്മെന്റ്സ് പോകേണ്ടത്, അതിനടുത്ത് കഴിയുമ്പോൾ 6 മാസം 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു PSC പരീക്ഷ എഴുതിയാലും നിങ്ങൾ കൃത്യമായിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിനകത്തുണ്ട്. സോ ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാന് നിങ്ങൾക്ക് വലിയൊരു സുവർണ അവസരമാണ്. അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ 2025 അവസാനം 2026 കൂടി നിങ്ങൾക്ക് ഒരു വലിയൊരു ആത്മവിശ്വാസം നേടിയെടുക്കുവാൻ ഈ ഒരു ബാച്ചോടുകൂടി സാധിക്കുന്നതാണ്. സോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് 2026-2027 കൂടി നിങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള ഒരു വലിയൊരു മോഹത്തിന് ആദ്യപടി വളരെ ഭംഗിയായിട്ട് സ്ഥാപിക്കാവുന്നതാണ്. സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഒരു വലിയ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2026-2027 കൂടി മത്സര പരീക്ഷ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തില് കൃത്യം പ്ലാനോടുകൂടി മുമ്പോട്ട് പോകുവാൻ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ആ ബാച്ചിലെ അടിപൊളി ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ബൈ.